നമ്മുടെ ഹുണ്ടായി ആയിട്ടാണ് കേട്ടോ വണ്ടി കംപ്ലൈൻറ്റ് എ സി കൂളിംഗ് കുറവെന്ന് പറഞ്ഞ വണ്ടിയാണ്. നമ്മൾ കംപ്രസറും അതേപോലെ എ സി ഗ്യാസൊക്കെ ചിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂളിംഗ് കുറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോവറിൻ്റെ അകത്താണ് കേട്ടോ. ഈ ഡാഷ്ബോർഡിൻ്റെ അകത്തായിട്ട് ഒരു ബ്ലോവർ യൂണിറ്റ് ഉണ്ട്. ആ ബ്ലോവർ യൂണിറ്റിനകത്താണ് കംപ്ലൈൻറ്റ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഹീറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കൂളും ആക്കാം, അതേപോലെ തന്നെ ഹീറ്റിലോട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതിനിടയിൽ ഒരു സ്പോഞ്ച് വരും. ഇതൊരു ഷട്ടറാണ്. ആ ഷട്ടറിനിടയിൽ സ്പോഞ്ചിലാണ് ഇതിൻ്റെ ക്ലോസിങ് ആണ് കേട്ടോ. അപ്പോൾ സ്പോഞ്ച് ഇതേപോലെ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഹീറ്റായിട്ടുള്ള എയർ നേരെ കൂളായിട്ടുള്ള എയറിലോട്ട് മിക്സ് ആവുകയാണ്. അങ്ങനെയാണ് ഇതേപോലെ കൂളിംഗ് കുറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡെല്ലാം വലിച്ചടിച്ചതിന് ശേഷം അതിൻ്റെ ഷട്ടറെല്ലാം ഊരി പൊളിച്ച് അതിൽ വേറെ നമുക്ക് സ്പോഞ്ച് വെച്ച് ഫില്ല് ചെയ്യേണ്ടി വരും കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ കംപ്ലൈൻറ്റ് മാറും. ഇല്ല നമുക്ക് എളുപ്പവഴി എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ഹീറ്ററിൻ്റെ ഹോസ് ഹീറ്റർ കോറിലോട്ട് കയറണമുണ്ട്. എഞ്ചിൻ ബാഗ് തുറക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് രണ്ടും കൂടെ ക്ലോസ് ചെയ്ത് റിട്ടേൺ അതായത് ബൈപ്പാസ് ചെയ്ത് എഞ്ചിലോട്ട് തന്നെ നമുക്ക് വിടാം. അപ്പോൾ ഇപ്പം ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കിട്ടില്ല. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നമുക്ക് കൂളിംഗ് പക്കയായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു ഇൻഫർമേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വാഹനം ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോസ് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ.